ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പൊറോട്ട റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീശി അടിക്കാത്തതിന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഒരു പൊറോട്ട റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ പൊറോട്ട, അതായത് നമ്മുടെ സിലോൺ പൊറോട്ട എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി 3 കപ്പ് മൈദ മാവാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മാവിട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിലേക്കുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മൾ എടുത്ത അതേ കപ്പിലാണ് 1/4 കപ്പ് പാല്, ചൂടാറിയ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിക്കാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് കുഴക്കേണ്ട. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. എന്തായാലും നന്നായിട്ടൊന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെള്ളം പിന്നെ നമുക്ക് പാല് ചേർക്കേണ്ട ആവശ്യമില്ല, പിന്നെ വെള്ളം മാത്രം ചേർത്തിട്ട് നമ്മൾ കുഴക്കാനുണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് പാല്, അതായത് ഇപ്പം നമ്മൾ 3 കപ്പ് എടുത്തതിന് നിങ്ങൾ 1 കപ്പ് പാല് ചേർത്താലും കുഴപ്പമില്ല, എന്നാലും 1/4 കപ്പ് കറക്റ്റാണ്. അങ്ങനെ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഈ ഒരു രീതിക്കാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചതിന് ശേഷം നന്നായിട്ട് കയ്യിൽ ചെറുതായിട്ട് ഇങ്ങനെ കയ്യിൽ നിന്ന് അമർത്തി കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് കുഴച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആവാനാണ്. ഇപ്പം നമ്മൾ കയ്യിൽ ഒട്ടുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് ഒന്നുകൂടി നമുക്ക് സോഫ്റ്റ് ആവുകയും ചെയ്യും, കയ്യിൽ ഒട്ടാതെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ചേർക്കാതെ ഇങ്ങനെ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ കുഴക്കുന്ന സമയത്ത് കയ്യിലൊട്ടാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് കുഴച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് മിക്സ് ചെയ്തിടണം. അങ്ങനെ എണ്ണ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ ഒന്ന് കുഴച്ച് കൊടുക്കുക. ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ എണ്ണ ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കാതെയാണല്ലോ നമ്മൾ ഇത്ര നേരം കുഴച്ചത്. അപ്പോൾ ഇനി എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇത് കണ്ടല്ലോ, അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് വലിച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് ഇനി ഇത് എണ്ണയിലേക്ക് നമ്മൾ എണ്ണ ഒന്നുകൂടി നിറയും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ സമയം വെച്ചാലും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 5 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിക്കാണ് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് എണ്ണയൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ മുകളിലും മടിയുടെ ഭാഗത്തൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് എണ്ണയാക്കി കൊടുത്തിട്ട് ഞാൻ വന്നിട്ട് ഒരു 3 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. നിങ്ങൾ എത്ര സമയം വെച്ചാലും ഒരു കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ കൂടുതൽ സമയം വെക്കുന്ന സമയം കൊണ്ടാണ് നമുക്ക് ഈ ഒരു പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു 3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇത് കണ്ടല്ലോ. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് നന്നായിട്ട് എണ്ണയിലേക്ക് മുങ്ങിയിട്ട് ഏകദേശം ഒരു 3 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പിന്നെ നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയാണ് നമ്മൾ എടുക്കേണ്ടത്. സാധാരണ നമ്മൾ പൊറോട്ടയൊക്കെ ചെയ്യുന്നല്ലോ, അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എയർ ഇല്ലാതെ വരാനായിട്ട് മൊത്തത്തിൽ അങ്ങനെ ഒന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ ഉരുളയാക്കി എടുക്കുമല്ലോ. എന്തായാലും ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉരുളയാക്കി ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അത് ഒരുവിധം നമ്മൾ വലിയ സൈസിലേക്കാണ് കേട്ടോ മാവ് എടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് വലുതായിട്ട് പരത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുവിധം വലിയ സൈസിലൊക്കെ ആയിട്ട് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഉരുളയാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഷീറ്റ് വെച്ചിട്ട് ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് അമർത്തി വലുതാക്കുകയാണ്. നിങ്ങൾക്ക് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് വലിച്ച് എത്രത്തോളം നമുക്കത് വലിച്ച് പരത്തി നമുക്ക് വലുതാക്കാൻ പറ്റുമോ അതുപോലെ നെയ്സായിരിക്കണം. നമ്മൾ വലിച്ച് പരത്തുന്നത് നല്ല നെയ്സായിട്ട് കിട്ടാനായിട്ടാണ്. അപ്പോൾ ആദ്യം കൈ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചൊന്ന് പരത്തുന്നുണ്ട്. നമുക്കിത് പൊട്ടി വന്നാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അതിപ്പോൾ എത്ര വലുതായിട്ട് പൊട്ടി വന്നാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ പരത്തി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല നമ്മുടെ അടിയിലെ ഷീറ്റ് നന്നായിട്ട് കാണുന്ന അളവിലേക്ക് നമ്മൾ നെയ്സായിട്ട് പരത്തണം. അപ്പോൾ ഇതുപോലെ നെയ്സായിട്ട് പരത്തണമെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് വലിച്ച് പരത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ കുറച്ച് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടി വരും, നമുക്ക് പരത്താൻ കിട്ടില്ല. വലുതായിട്ട് നല്ല ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ വരണമെങ്കിൽ നമ്മൾ ഒരുപാട് സമയം നമ്മൾ എണ്ണയിൽ നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയമാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ മടക്ക് ചപ്പാത്തിയൊക്കെ ചെയ്യല്ലോ, അതുപോലെയാണ് നമ്മൾ മടക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് ചെറുതായിട്ട് കൈ കൊണ്ടും കൂടി ഒന്ന് വലുതാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് നമ്മുടെ ചപ്പാത്തി മാവ്. ഇതുപോലെ നമ്മൾ റെഡിയാക്കിയതിന് ശേഷം നമ്മളിനി ദോശക്കല്ലിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒരുപാട് സിമ്മിൽ വെക്കേണ്ട, ഒരു ഇടത്തരമായിട്ട് നമ്മൾ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. ഒരുപാട് സിമ്മിൽ വെച്ചുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കും. നമ്മൾക്ക് എന്തായാലും ഒരുപാട് ടൈം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ മടക്ക ചപ്പാത്തിയൊക്കെ ചെയ്യുന്ന രീതിക്കുണ്ടല്ലോ, ഒരുപാട് തിക്നെസ് ഒന്നും ഇല്ലാത്ത കാരണം ഒരുവിധം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ഫുള്ളല്ല ഒരു ഇടത്തരമായിട്ട് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് എണ്ണ ഒഴിച്ച് കൊടുത്താണ് നമ്മൾ റെഡിയാക്കേണ്ടത്.
എത്രത്തോളം നമ്മൾ പൊറോട്ട എന്ന് പറയുന്ന സമയത്ത് തന്നെ ഏകദേശം എണ്ണയിലാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റും ആ ഒരു സോഫ്റ്റൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എണ്ണ ഏകദേശം ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എണ്ണ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതിപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഏകദേശം ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 വശം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എണ്ണ 2 വശവും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ എണ്ണ കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു ചെറുതായി ഒരു 1/2 ടീസ്പൂൺ 1 ടീസ്പൂൺ അങ്ങനെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു പൊറോട്ട നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ എണ്ണ ഏകദേശം ചെറുതായിട്ടൊന്ന് സൈഡിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് റെഡിയാക്കി എടുക്കാം. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ റൗണ്ടിൽ ചെയ്യുന്ന ആ ഒരു പൊറോട്ടയ്ക്കും ഈ ഒരു പൊറോട്ടയ്ക്കും നല്ല വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ അതിനേക്കാളും ടേസ്റ്റാണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. സാധാരണ ഇതൊരു ടേസ്റ്റ്, ആ ഒരു പൊറോട്ടയ്ക്ക് രണ്ടിനും ഒരു വ്യത്യസ്ത ടേസ്റ്റാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അങ്ങനെ ഇതുപോലെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായിട്ട് വന്നിട്ട് എന്തായാലും ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് കളിച്ചു തരാം. ഇത് കണ്ടല്ല, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു കളർ ചേഞ്ച് നമ്മൾ പതുക്കെയാണ് നമുക്കിത് ചെയ്ത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ അപ്പോൾ നമ്മൾ ചെയ്തതിനേക്കാളും ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതുപോലെയാണ്. ഇത് കണ്ടില്ല, നമുക്ക് എത്ര നമുക്കത് വലിച്ച് എടുക്കുന്ന സമയത്ത് പൊട്ടാതെ വരുന്ന കണ്ടില്ല, നമ്മൾ കടയിലൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ ഭാഗത്തുനിന്നും മടക്കി കൊടുക്കുന്ന സമയത്ത് പൊട്ടാതെ വരണം, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തന്നത്. അങ്ങനെ ഇതുപോലെ ഒരു പൊറോട്ട എന്ന് പറയുന്ന സമയത്ത് ശരിക്കും ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കുന്ന സമയത്ത്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു പൊറോട്ടയ്ക്കും ഈ ഒരു പൊറോട്ടയ്ക്കും നല്ല വ്യത്യസ്ത ടേസ്റ്റാണ്. നമ്മുടെ കൂടെ തന്നെ സാധാരണ എംടി സാലനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു പൊറോട്ട നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നതിനേക്കാളും ഇതൊരു വ്യത്യസ്ത രുചിയിലും ഒരു എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറോട്ട തന്നെ പറയും. ടേസ്റ്റാണ് ശരിക്കും നല്ലൊരു വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ തമിഴ്നാട് സൈഡൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പൊറോട്ട റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ സാധാരണ സ്റ്റഫിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതെന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ സിലോൺ പൊറോട്ട ഇവിടെ റെഡിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.